മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ വീക്ഷണത്തോട് ചേർന്ന് നമ്മുടെ സംസ്കാരത്തിലുള്ള ശാസ്ത്ര സത്യങ്ങളെ, സയൻറ്റിഫിക് ഹെറിറ്റേജ് അല്ല, ടെക്നോളജിക്കൽ ഹെറിറ്റേജും അല്ല, സംസ്കൃതത്തിലുള്ള സംസ്കാരത്തിലുള്ള ശാസ്ത്ര സത്യങ്ങളെ ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ള ഒരു യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് അക്കാഡമി ഫോർ ഹെറിറ്റേജ് റിസർച്ച് ആൻഡ് സ്റ്റഡീസ്, AHRS, അക്കാഡമി ഫോർ ഹെറിറ്റേജ് റിസർച്ച്, നവംബർ 1 മുതൽക്ക് തുടങ്ങിയിരുന്നു. ഇതിലേതാണ്ട് 30 പബ്ലിക്കേഷൻസ് ഇതുവരെയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ ഷീറ്റ് പ്രകാരമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 25 സ്റ്റാപ്പിൾ ചെയ്തിട്ട് ഒരു സെറ്റ്, മറ്റേ സെറ്റ് ആവുന്നേ ഉള്ളൂ. ഓരോ ആഴ്ചയിലും 2, 3, 4 വെച്ച് നമ്മളിപ്പോൾ കൊണ്ടുവരുന്നുണ്ട് ഷീറ്റുകൾ. ആ ഷീറ്റുകളെല്ലാം ചേർത്ത് ടെക്സ്റ്റ് പുസ്തകങ്ങളുമാക്കുന്നുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇവിടെ ബന്ധപ്പെട്ടാൽ പ്രിന്റിംഗ് കോസ്റ്റിന്, അത് പ്രിന്റ് ചെയ്തിരിക്കാൻ എത്ര ചിലവുണ്ടോ അതിലെത്തിക്കുന്നുണ്ടായിരിക്കും. ഒരു സെറ്റായിട്ട് എത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു ഗ്രൂപ്പായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന് എഴുതുകയാണെങ്കിൽ കൊറിയറായിട്ട് ഇവിടെ നിന്ന് അയച്ചു തരുന്നുണ്ടാവും. സന്തോഷമേ ഉള്ളൂ. അത് മലയാളമുണ്ട്, ഇംഗ്ലീഷുണ്ട്. അതിൽ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് AD 629 ഭാസ്കരാചാര്യർ ഒന്നാമൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ലഘുഭാസ്കരീയം, ബൃഹത് ഭാസ്കരീയം എന്ന 2 പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തിൽ നൽകിയിരിക്കുന്ന കുറേ മാത്തമാറ്റിക്കൽ പ്രോബ്ലങ്ങളാണ്. അത്ര ഭംഗിയായിട്ടാണ് മാത്തമാറ്റിക്കൽ പ്രോബ്ലം ആധുനിക ഗണിതശാസ്ത്രത്തിലുള്ളതുപോലെ തന്നിരിക്കുന്നത്. അതാണ് ഇന്ന് പ്രിന്റ് ചെയ്യുന്നത്. ഇന്നലെ പ്രിന്റ് ചെയ്തത് ടീച്ചേഴ്സിനുള്ള മാർഗനിർദ്ദേശം, വാല്യൂ ബേസ്ഡ് ലൈഫിനുള്ള മാർഗനിർദ്ദേശം, രണ്ടും ഇംഗ്ലീഷിലാണ്. ഇന്നത്തേതും ഇംഗ്ലീഷിലാണ്. ഇതെല്ലാം ഇവിടെ പറയാൻ കാരണം ഇതിൽ ഒരെണ്ണം ഭാസ്കര സംഖ്യ, ഭാസ്കരാചാര്യർ ഉപയോഗിച്ചിരിക്കുന്ന സംഖ്യാസമ്പ്രദായം. അതിന് ഭൂതസംഖ്യ എന്ന് ഞാൻ പണ്ട് പറഞ്ഞിരുന്നു, ചിലർ പറയാറുണ്ട്. ആ ഭാസ്കര സംഖ്യ, ഭൂതസംഖ്യയെക്കുറിച്ച് അറിയണമെന്ന് നിരന്തരം കുറേ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാനത് യൂട്യൂബിൽ വിവരിച്ചിട്ടുമുണ്ട്, വീണ്ടും വിവരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ രീതിയിൽ 5 മിനിറ്റ് കൊണ്ട് പഠിക്കാവുന്നതാണ് ഭാസ്കര സംഖ്യ. ഇപ്പോൾ ഭാസ്കര സംഖ്യ എന്ന് പേര് മാറ്റാൻ കാരണം ഭൂതസംഖ്യ എന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുന്നു എന്ന് കുറേ പേര് അറിയിച്ചു. ഭൂതപ്രേതാദികൾ അങ്ങനെ വല്ലതുമാണോ എന്ന ധാരണ ഉണ്ടാവുന്നത് കൊണ്ട് നമ്മുടെ പ്രവർത്തകർ അറിയിച്ചു ഇനി വേറെ പേരിടണം. അപ്പോൾ ഭാസ്കരാചാര്യരാണ് അതിനെ അടിമുടി വിവരിച്ച് നമുക്ക് തന്നത്. മിക്കവാറും AD 5-ാം നൂറ്റാണ്ട് മുതൽക്കാണ് ആ സംഖ്യ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതിനു മുമ്പ് ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഓതന്റിക് ആയിട്ട് അതിന് എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല. ശരിക്കും ഭാസ്കര സംഖ്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതെല്ലാം 2 ഉണ്ടോ ആ പേരുകൾ 2 എന്ന സ്ഥാനത്ത് ഉപയോഗിക്കാം. വളരെ സിമ്പിൾ. കണ്ണിന് പര്യായപദങ്ങളുണ്ട്. നയനം, നേത്രം, അക്ഷി. 2 കണ്ണ് എന്നുള്ളത് കൊണ്ട് 2 എന്ന് എഴുതേണ്ട സ്ഥാനത്ത് കണ്ണ് എന്ന് ഉപയോഗിക്കുന്നു. നേത്രം എന്ന് ഉപയോഗിക്കാം, അക്ഷി എന്ന് ഉപയോഗിക്കാം, നയനം എന്ന് ഉപയോഗിക്കാം. ഒക്കെ 2. ചെവി, അതും 2 ഉള്ളത്. കർണം, ശ്രോത്രം, ഇതെല്ലാം അതും 2 എന്ന നമ്പർ ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് കർണം എന്ന് ഉപയോഗിക്കാം. കർണനയനം എന്ന് പറഞ്ഞാൽ 22. കർണം എന്ന് വെച്ചാൽ 2, നയനം എന്ന് വെച്ചാൽ 2. അപ്പൊ കർണനയനം എന്ന് വെച്ചാൽ 22. അതേസമയം കരം, ഹസ്തം, കയ്യും 2 കാലും 2, പാദം. അപ്പൊ കണ്ണ്, ചെവി, കയ്യ്, കാല്, ഇതിൻ്റെ എല്ലാ പേരുകളും നാമങ്ങളും പര്യായ പദങ്ങളും എല്ലാം 2 എന്ന നമ്പർ എഴുതാൻ ഉപയോഗിക്കാം. 3, രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമൻ, ബലരാമൻ, പരശുരാമൻ. ഇപ്പൊ രാമൻ എന്ന പദത്തിന് 3 എന്നാണ് അർത്ഥം. അഗ്നി, ആഹവനീയാഗ്നി, ഗാർഹവത്യാഗ്നി, ദക്ഷിണാഗ്നി, 3 തരത്തിലുള്ള അഗ്നിയാണ് യാഗശാലയിലുള്ളത്. അഗ്നി, അനലൻ, പാവകൻ, ഹവ്യവാഹനൻ, അങ്ങനെയുള്ള ഏത് പര്യായ പദവും അഗ്നിക്ക് ഉപയോഗിക്കുന്നത് 3 എന്ന നമ്പർ എഴുതാൻ ഉപയോഗിക്കാം.
പിന്നെയുണ്ട് ഗുണം, ത്രിഗുണം. 3 ഗുണമാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അതുകൊണ്ട് ഗുണം എന്ന് ഉപയോഗിക്കുന്ന സ്ഥലത്ത് 3. സന്ധ്യ, പ്രഭാത സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ. ഇപ്പൊ സന്ധ്യ എന്നുള്ളതിന് 3 എന്നർത്ഥം. ഇപ്പൊ സന്ധ്യാനയനം എന്ന് പറഞ്ഞാൽ സന്ധ്യാനയനം. സന്ധ്യ 3, നയനം 2. ആദ്യം പറയുന്നത് 1-ാം സ്ഥാനത്തും രണ്ടാമത് പറയുന്നത് 10-ാം സ്ഥാനത്തും എഴുതണം. മൂന്നാമത് പറയുന്നത് 100-ാം സ്ഥാനത്ത്. അപ്പൊ സന്ധ്യാനയനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരിക്കും സന്ധ്യാനയനം എന്ന് പറഞ്ഞാൽ 23 എന്ന അർത്ഥം. സന്ധ്യാനയനാഗ്നി എന്ന് പറഞ്ഞാൽ സന്ധ്യ 3, നയനം 2, അഗ്നി എന്ന് പറയുന്ന 3, 323 സന്ധ്യാനയനാഗ്നി. ഇങ്ങനെ ഓരോ വാക്കുകളുണ്ടാക്കി. വേദം 4 വേദാണുള്ളത്, 4. അതേപോലെ വനം, കാനനം, ആരണ്യകം, കാട് എന്ന് പറയുന്നതെല്ലാം അതിൻ്റെ പര്യായ പദങ്ങളൊക്കെ 4 എന്ന നമ്പറാണ്. സമുദ്രം, ജലധി, ഭൂമിയുടെ 4 ക്വാഡ്രന്റിലുള്ള സമുദ്രങ്ങൾ എന്ന രീതിയിലാണ് സമുദ്രം എന്നുള്ളതിന് 4 എന്ന നമ്പറാണ് ഉപയോഗിക്കുന്നത്. പഞ്ചശരം, 5 അമ്പ്, വില്ല് കൊലയ്ക്കുക, അമ്പ് കൊലയ്ക്കുക, അമ്പുകൾ 5 എണ്ണമാണ്. അതേപോലെ പഞ്ചഭൂതം, പഞ്ചേന്ദ്രിയം, പഞ്ചജ്ഞാനേന്ദ്രിയം, പഞ്ചപാണ്ഡവര്. അപ്പൊ പാണ്ഡവരെന്ന് വെച്ചാൽ 5ആണ്, ഇന്ദ്രിയം എന്ന് വെച്ചാൽ 5ആണ്, ഭൂതം എന്ന് പറഞ്ഞാൽ 5ആണ്, ശരം എന്ന് പറഞ്ഞാൽ 5ആണ്. അതിന്റെ പര്യായ പദങ്ങളെല്ലാം 5 എന്നുള്ള രീതിയിൽ വരുന്നു. ഷഡ് രസം, 6 രസമാണ്. ടേസ്റ്റ്, നവരസം അല്ല ഇവിടെ എടുക്കുക. ഷഡ് രസം. 6 ഋതുക്കളാണുള്ളത്. ഹേമന്തം, വസന്തം, ഗ്രീഷ്മം, ശരത്ത് തുടങ്ങിയ 6 ഋതുക്കൾ. ഇപ്പൊ ഋതുക്കൾ എന്ന് പറഞ്ഞാൽ 6, രസം എന്ന് പറഞ്ഞാൽ 6, പിന്നെ അംഗം, വേദാംഗങ്ങൾ 6 എണ്ണാണ്. അപ്പൊ അംഗം എന്ന് പറഞ്ഞാൽ ശിക്ഷ, നിരുക്തം, വ്യാകരണം, ചന്ദ്രശാസ്ത്രം, കൽപ്പശാസ്ത്രം, ജ്യോതിഷം, 6 വേദാംഗങ്ങൾ. അപ്പൊ 6 അംഗം. സപ്തസ്വരം, സ്വരം, സംഗീതം, ഗീതം എല്ലാം 7. സപ്ത ഋഷിമാര്, ഋഷി, സന്യാസി, മഹർഷി പദങ്ങളെല്ലാം 7 എന്നുള്ളതിന് ഉപയോഗിക്കാം. അഷ്ടദിക്ക്, ദിക്കുകൾ 8 എണ്ണാണ്. അഷ്ടവസുക്കൾ, സർപ്പം, വസു, അതിൻ്റെ 8ആണ്. മനുഷ്യ ശരീരത്തിൽ 9 സുഷിരങ്ങൾ, ദ്വാരങ്ങളാണ് ഉള്ളത്. അപ്പോൾ സുഷിരം, ദ്വാരം, വിവരം ഒക്കെ 9 എന്നർത്ഥം. നന്ദവംശത്തിൽ 9 രാജാക്കന്മാരാണ് ഉണ്ടായിരുന്നത്. തിന്മ നിറഞ്ഞവരുടെ പ്രതീകമായിരുന്നു നന്ദരാജാക്കന്മാർ. എങ്കിലും ഒരേ രീതിയിൽ തിന്മ നിറഞ്ഞവരായിരുന്നു അവരെല്ലാം. അപ്പോൾ നന്ദരാജാക്കന്മാർ 9 പേരാണ്. 10 എന്നുള്ളതിന് നമ്പർ ഇല്ല. ഇപ്പൊ 2, 3, 4, 5, 6, 7, 8, 9 പറഞ്ഞു. 1 എന്നുള്ളതിന് രൂപം. ഒരു രൂപത്തിലുള്ള ഒരു മനുഷ്യനേ ഉള്ളൂ ലോകത്തിൽ. 7 പേരുണ്ടെന്നൊക്കെ പറഞ്ഞാൽ വെറുതെ തെറ്റാം. രൂപം എന്ന് പറയുന്നത് ഛായ 1, ഭൂമി, പൃഥ്വി, ധര, ധരിത്രി, ക്ഷോണി, വിഷ്ണുപത്നി. ഭൂമിയും ഭൂമിയുടെ പര്യായവും 1ആണ്. ഒരു ഭൂമിയേ ഉള്ളൂ. ഒരു ചന്ദ്രൻ, ശശി, ചന്ദ്രൻ, ശീതാംബു, രാത്രിഞ്ചരൻ, ഇന്ദു. ചന്ദ്രന്റെ പര്യായങ്ങളെല്ലാം 1 എന്നുള്ളതിനെ കാണിക്കുന്നു. ഭൂമിയുടെ പര്യായങ്ങളെല്ലാം 1. രൂപം എന്ന് പറയുന്നതും 1. അപ്പോൾ 1 മുതൽ 9 വരെ പഠിച്ചു. ഇനി അതിനെ കൂട്ടി എഴുതണമെങ്കിൽ എഴുതാം. ഏകാദശ രുദ്രൻ, 11 രുദ്രന്മാരാണ്. അപ്പൊ ശിവനും ശിവന്റെ പര്യായങ്ങളൊക്കെ 11 എന്ന നമ്പറിന് ഉപയോഗിക്കാം. 12 രാശികൾ, ചിങ്ങം മുതൽക്ക് കർക്കിടകം വരെ 12 രാശികൾ, അല്ലെങ്കിൽ മേടം മുതൽക്ക് മീനം വരെ 12 രാശികൾ. ഓരോ രാശിയിലും സൂര്യന്റെ സ്വഭാവം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ട് 12 സൂര്യന്മാരെന്നാ പറയാം. ദ്വാദശ സൂര്യന്മാര്, സൂര്യൻ, അർക്കൻ, ദിനകരൻ, ആദിത്യൻ, മിത്രൻ, വരുൺ, എല്ലാത്തിനും 12 എന്ന നമ്പറാ വരിക. ഇത് നിങ്ങൾ പഠിച്ചു. ഇനി നിങ്ങൾക്ക് തന്നെത്താനെ നമ്പർ ഉണ്ടാക്കാൻ പറ്റും. ജിനം 24, ജൈന തീർത്ഥങ്കരന്മാർ 24ആണ്. നക്ഷത്രം എന്ന് വെച്ചാൽ 27 നക്ഷത്രങ്ങളാണുള്ളത്. അതേപോലെ തന്നെ തിഥി എന്ന് വെച്ചാൽ 15 തിഥിയാണുള്ളത്. വെളുത്തവാവും കറുത്തവാവും ഉൾപ്പെടെ 15. ഏത് വാക്കുകൾ ഉപയോഗിച്ചിട്ടാണോ നമ്പർ ഉണ്ടാക്കുന്നത്, പര്യായ പദങ്ങളൊക്കെ ഉപയോഗിക്കാം, ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ആദ്യം പറയുന്ന വാക്ക് 1-ാം സ്ഥാനത്തും, രണ്ടാമത് പറയുന്ന വാക്ക് 10-ാം സ്ഥാനത്തും, മൂന്നാമത് പറയുന്ന വാക്ക് 100, പിന്നെ 1000, 10000 സ്ഥാനത്ത് ഉപയോഗിക്കണം. ഇനിയിപ്പോൾ പൂജ്യത്തിനും പേരുണ്ട്. വ്യോമം, ശൂന്യാകാശം, ആകാശം, അമ്പരം, ഘ, ശൂന്യം
എല്ലാം പൂജ്യത്തിനെ പ്രതിനിധാനം ചെയ്തു. ആകാശത്തിന്റെ പര്യായം ഗഗനം, വാനം എല്ലാം പൂജ്യത്തിനെയാണ് കാണിക്കുന്നത്. ഇപ്പൊ 0 മുതൽക്ക് 12 വരെ പഠിച്ചു. ഇനിയും വേണമെങ്കിൽ ദന്തം, പല്ല് എന്നുള്ളതിന് 32. ഇപ്പൊ ഭാസ്കര നമ്പർ സിസ്റ്റം പ്രകാരം നിങ്ങൾക്ക് എത്ര ഫോൺ നമ്പർ വേണമെങ്കിലും നിങ്ങളുടെ കാറിന്റെ നമ്പർ വേണമെങ്കിലൊക്കെ ഉപയോഗിക്കാം. 6633 6633 ആണ് നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ എങ്കിൽ രാമ അഗ്നി ഷഡ് രസ, രാമ അഗ്നി രസ ഋതു എന്ന് പറഞ്ഞാൽ രാമാഗ്നി രസ ഋതു എന്ന് പറഞ്ഞാൽ രാമൻ 3, അഗ്നി 3, രസം എന്ന് വെച്ചാൽ 6, ഋതു എന്ന് വെച്ചാൽ 6. രാമാഗ്നി രസ ഋതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6633. രാമൻ 1-ാം സ്ഥാനത്ത് എഴുതണം, അഗ്നി 2ാമത് പറഞ്ഞതുകൊണ്ട് 10-ാം സ്ഥാനത്ത്, രസം എന്ന് പറഞ്ഞത് 100-ാം സ്ഥാനത്ത്, ഋതു എന്ന് പറഞ്ഞാൽ 1000-ാമത്തെ സ്ഥാനത്ത്. ഇങ്ങനെ ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് ഓർമ്മിക്കാൻ സാധിക്കും ഇങ്ങനെ വാക്കുകൾ ഉപയോഗിച്ച്. അതിനെയാണ് ശരിക്കും ഭാസ്കര നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങളുടെ മക്കളെ ഇത് പഠിപ്പിക്കണം. ഞാനിപ്പോൾ വിവരിച്ചിരിക്കുന്നത് ആ ഷീറ്റിൽ വേണമെങ്കിൽ ഷീറ്റിലുണ്ട്. കടബയാദി നമ്പർ സിസ്റ്റം ഉണ്ട്, ആര്യഭടീയ നമ്പർ സിസ്റ്റം ഉണ്ട്. ഇതെല്ലാം നമ്മൾ പഠിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് അറിയണ്ടേ നമ്മൾ? നമ്മുടെ പൈതൃകമല്ലേ ഇത്? നമ്മളുടെ അമ്മയുടെയും അച്ഛൻ്റെയും മഹത്വം. കുറേ പേരെ എതിർക്കാനും വർഗീയമാണെന്ന് ചിത്രീകരിക്കാനും ഉണ്ടെങ്കിൽ അവരെ എങ്ങനെയാ പ്രതിരോധിക്കുക? അവർക്ക് എങ്ങനെയാ മറുപടി കൊടുക്കുക? മറുപടി കൊടുക്കാനും പ്രതിരോധിക്കാനും ഏറ്റവും എളുപ്പ വഴി ഒന്ന് ആലോചിച്ച് നോക്കാം. 20 കൊല്ലം മുമ്പ് 18,000 ക്ഷേത്രങ്ങളാണ് കേരളത്തിൽ വിളക്കത്തിക്കലും പൂജയും ഉണ്ടായിരുന്നത്. ഇത്രയും അധികം നിരീശ്വരവാദികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും ഉണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് ഭരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ് ദേവസ്വം മന്ത്രി. അങ്ങനെ കമ്മ്യൂണിസം കുടികുത്തുവാണോ എന്ന് അവർ തന്നെത്താനെ ധരിക്കുന്ന കേരളത്തിൽ ഇപ്പൊ 42,000-ഓളം ക്ഷേത്രങ്ങളിലാണ് പൂജയും എല്ലാം ഉള്ളത്. എന്താ സംഭവിച്ചത്? കമ്മ്യൂണിസം വളർന്നോ ഹിന്ദുയിസം വളർന്നോ? വെറുതെ ചിന്തിച്ചു നോക്കാം. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? എല്ലാ തലത്തിലുള്ള നല്ല നല്ല ആൾക്കാർ ക്ഷേത്രങ്ങളെ പുനർനിർമ്മിക്കാനായിട്ട് മുമ്പോട്ട് വന്നു. അതുകൊണ്ട് ക്ഷേത്രങ്ങൾ മുഴുവനും നല്ല പ്രഭാഷണങ്ങൾ. ഇപ്പൊ പണ്ടത്തെ മാതിരി കഥാപ്രസംഗം ക്ഷേത്രത്തിലില്ല, മിമിക്സ് പരേഡ് ക്ഷേത്രത്തിലില്ല. അതേപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ അശ്ലീലമായിട്ടുള്ള സിനിമാറ്റിക് ഡാൻസ് ഇല്ല. എല്ലാം കുറഞ്ഞു. ധാരാളം ക്ഷേത്രങ്ങളിൽ ആനയ്ക്ക് പകരം രഥമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ മാറ്റം വരാൻ കാരണം എന്താ? ആൾക്കാർ തിരിച്ചറിയുന്നു. അറിവ് കൊടുക്കാൻ സാധിക്കുമ്പോൾ തിരിച്ചറിയുന്നു. നിങ്ങളുടെയും എൻ്റെയും ഉത്തരവാദിത്വമാണ് പണ്ടുള്ളവർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നതിൽ നല്ലതെടുത്ത് ഇന്നത്തെ ജീവിതത്തിൽ പകർത്തി അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ സാധിക്കട്ടെ. ധാരാളം വ്യക്തികൾ ഈ ഭാസ്കര നമ്പർ സിസ്റ്റം പഠിപ്പിക്കണമെന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ 2 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ. പ്രണാമം, നമസ്കാരം.